The International Day of Yoga has been celebrated annually on 21st June since 2015, following its inception in the United Nations General Assembly in 2014. Yoga is a physical, mental, and spiritual practice which originated in India. International Day of Yoga is celebrated to spread awareness about the importance and effects of yoga on the health of the people. The word yoga is derived from the Sanskrit, which means to join or to unite. Hi, hello friends. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫുള്ളി എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ വെയിറ്റ് ലോസ് ജേർണി അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനോടൊപ്പം നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസും യോഗ ആൻഡ് മെഡിറ്റേഷനും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. ആദ്യം നമുക്ക് എക്സസൈസിനെ കുറിച്ച് പറയാം. എക്സസൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിമ്മിൽ പോയിട്ട് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ ആരോടും നിർബന്ധിക്കില്ല. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ എക്സസൈസസ് ഉണ്ട്. യൂട്യൂബിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എക്സസൈസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസും ടോപ്പിക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളെ കുറിച്ച് നല്ലൊരു അവയർനെസ് കിട്ടും. വീട്ടിൽ തന്നെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫുള്ളി റിലാക്സ്ഡ് ആയിട്ടും ഫുള്ളി എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ വെയിറ്റ് ലോസ് ജേർണി അറ്റൻഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്ത് വെയിറ്റ് ലോസിലേക്ക് എത്താൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് സ്വിമ്മിങ്ങും ഡാൻസിങ്ങും. സ്വിമ്മിങ് അറിയാവുന്ന ഫ്രണ്ട്സിന് സ്വിമ്മിങ് ചെയ്യാം. നമ്മുടെ എല്ലാ ബോഡി പാർട്സിനും ഒരുപോലെ ഒരേ സമയത്ത് മൂവ്മെൻറ്റ് കിട്ടുകയും അതുപോലെ തന്നെ എല്ലാ ബോഡി പാർട്സിനും എക്സസൈസിൻ്റെ ഇഫക്റ്റീവ്നെസ് കിട്ടുന്ന ഒരു മെത്തേഡാണ്, ബെസ്റ്റ് മെത്തേഡാണ് സ്വിമ്മിങ്. സ്വിമ്മിങ് കൂടാതെ ഉള്ള മറ്റൊരു എക്സസൈസ് മെത്തേഡാണ് ഡാൻസിങ്. ഡാൻസിങ്ങിന് നമ്മൾ ഡാൻസ് പഠിച്ചിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഡാൻസിങ് ടെക്നിക്സ് ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സുംബ ഡാൻസ്. അപ്പോൾ മെയിനായിട്ടും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സുംബ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം നമ്മുടെ ബോഡി പാർട്സിനെല്ലാം നല്ല മൂവ്മെൻറ്റ് കൊടുക്കുന്ന ടൈപ്പ് ഒരു ടെക്നിക്കാണ്. അത് ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതാണ് സുംബ ഡാൻസ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്തോളൂ. പിന്നെ എക്സസൈസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ബോഡി പാർട്സ്. ഏത് ബോഡി പാർട്ടിനാണോ നമുക്ക് കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യേണ്ടത്. ഇപ്പോൾ കൈക്കാണ് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ കൈയുടെ എക്സസൈസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ കാലിനാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ എക്സസൈസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഒരു ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബോഡി പാർട്ടിൽ എക്സസൈസ് കൂടുതൽ കൊടുക്കുക. നെക്സ്റ്റ് ഡേ അടുത്ത ബോഡി പാർട്ടിന് എക്സസൈസ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഏത് ബോഡി പാർട്ടിനാണോ പ്രോബ്ലം ഉള്ളത്. ഇപ്പോൾ ബെല്ലി ഫാറ്റാണ് നമുക്ക് കുറയ്ക്കേണ്ടത്. എന്നാൽ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി സ്പെസിഫിക് എക്സസൈസുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. എക്സസൈസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒറ്റ എക്സസൈസ് ആയിട്ട് കിട്ടിയാലോ, വളരെ നല്ലതല്ലേ. അങ്ങനെയുള്ള ഒരു എക്സസൈസ് ടെക്നിക്കല്ല, ഒരു യോഗ ടെക്നിക്കാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം ചെയ്യുമ്പോഴും അല്ലാതെ മറ്റ് എക്സസൈസ് സ്റ്റെപ്സ് ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളൊരു കാര്യം, ഞാൻ മറ്റ് എക്സസൈസ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് സൂര്യ നമസ്കാരത്തിൽ ഞാൻ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ സൂര്യ നമസ്കാരത്തിൽ ഓരോ സ്റ്റെപ്സും നമ്മുടെ ബോഡി പാർട്ടിന്, എല്ലാ ബോഡി പാർട്ടിനും സ്വിമ്മിങ് പോലെ തന്നെ എല്ലാ ബോഡി പാർട്ടിനും എക്സസൈസ് തരുന്ന, നല്ലൊരു മൂവ്മെൻറ്റ് തരുന്ന, എല്ലാ ബോഡി പാർട്സിനും എനർജൈസ് ആക്കുന്ന ഒരു ടെക്നിക്കാണ് സൂര്യ നമസ്കാരം, യോഗ ടെക്നിക്കാണ്. അപ്പോൾ സൂര്യ നമസ്കാരം നമ്മൾ ഈ എക്സസൈസ് ഒന്നും ചെയ്യേണ്ട, സൂര്യ നമസ്കാരം മാത്രം ചെയ്താലും നമുക്ക് ഈ എക്സസൈസ് എല്ലാം ചെയ്യുന്നതിൻ്റെ 100% റിസൾട്ട് കിട്ടും.
സൂര്യ നമസ്കാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. സൂര്യ നമസ്കാരം പ്രിഫർ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. ഓരോ ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നതിൻ്റെ നമ്പേഴ്സ് കൂട്ടി കൊണ്ടുവരിക. ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുന്നത്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എക്സസൈസിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി പറയാനുള്ളത് യോഗ ആൻഡ് മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ബോഡിയുടെ ഓരോ സെൽസിലും ഓരോ ടിഷ്യൂസിലും പോലും ചേഞ്ചസ് ഉണ്ടാക്കി, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കി നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജിയെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ടെക്നിക്കാണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു യോഗ ആൻഡ് മെഡിറ്റേഷൻ മെത്തേഡ്സ് ആണ് ശ്രീ രവിശങ്കർ ഗുരുജിയുടെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ യോഗ ആൻഡ് മെഡിറ്റേഷൻ മെത്തേഡ്സ്. മെഡിറ്റേഷൻ്റെ ബേസിക് കോഴ്സ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് പ്രോഗ്രാമാണ്, ബ്രെത്ത് വർക്ക്ഷോപ്പ്. ബ്രെത്ത് വർക്ക്ഷോപ്പിൽ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രാണായാമംസ് ആണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രാണായാമംസ് ചെയ്യുന്നുണ്ട്, ബ്രീത്തിങ് എക്സസൈസുകളാണ്. അതിനോടൊപ്പം തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ വളരെ സുവിശേഷമായ, വളരെ പ്രധാനപ്പെട്ട, വളരെ ദൈവികമായിട്ടുള്ള സുദർശന ക്രിയ. യോഗ ആൻഡ് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നല്ല പോസിറ്റീവായിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല പോസിറ്റീവായിട്ടുള്ള വേയിൽ തിങ്ക് ചെയ്യുകയും ചെയ്യും. പോസിറ്റീവ് തിങ്കിങ് എൻഹാൻസ് ചെയ്യാനും പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ്സ് ആണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ ടെക്നിക്സ്. അതുപോലെ തന്നെ ഒരുപാട് അമേസിംഗ് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് യോഗ ആൻഡ് മെഡിറ്റേഷന്. യോഗ ആൻഡ് മെഡിറ്റേഷനെ കുറിച്ചിട്ടും സുദർശന ക്രിയയെ കുറിച്ചിട്ടും വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. Guru Purnima special, there is Pan India online advanced meditation program. This is an exclusive sessions with Gurudev Sri Ravishankar, 3rd to 5th July, 7 a.m. to 8:30 p.m. Indian time. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയ റെസിപ്പീസും പുതിയ ടോക്സും പുതിയ ഹെൽത്ത് ടിപ്സുമായിട്ട് ഞാൻ എത്തും. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.